ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന രാജ ഓർ വിദ്രോഹി എന്ന പാഠത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പാഠം ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ പാഠത്തിൻ്റെ സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ രണ്ടെണ്ണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഇത് മൂന്നാമത്തേതാണ്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമിന് ഒരു 2 മാർക്കിൻ്റെയൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. हम किसी से डरते नहीं, लेकिन हम महाराज से लड़ना नहीं चाहते. यहाँ जनता के किस मनोभाव का परिचय मिलता है. അപ്പോൾ എന്താണ് ആളുകൾ പറയുന്ന ഒരു കാര്യമാണിത്. ജനത, അവർ ആ നാടകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനത അല്ലെങ്കിൽ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. ഹം കിസീസെ ഡർത്തെ നഹി, ഞങ്ങൾ ആരെയും പേടിക്കുന്നില്ല. ലേക്കിൻ ഹം മഹാരാജ് സെ ലഡ്നാ നഹി ചാഹത്തെ, പക്ഷെ ഞങ്ങൾക്ക് മഹാരാജാവിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആളുകളുടെ ഏത് മനോഭാവമാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. നമുക്കതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ഈ PDF ക്വാളിറ്റി കൂടിയോണ്ടാണത് ക്ലിയറായി വരാൻ സമയം എടുക്കുന്നത്. ओके, सेटाई. इससे जनता के समझदार होने का पता चलता है. वे आज़ादी से जीना चाहते हैं पर बिना वजह लड़ाई नहीं करना चाहते. जनता हिंसा से बचना चाहती है, इसलिए वे राजा के साथ लड़ना नहीं चाहते. ഇതാണ് എൻ്റെ ആൻസറായിട്ട് ഒരു 4-5 സെൻറ്റൻസ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. इससे जनता के समझदार होने का पता ചലത്താ. സമജ്ദാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവുള്ള, വിവേകമുള്ള എന്നൊക്കെ പറയുന്ന. അപ്പം എന്താണ്, ആളുകൾക്ക് ബോധമുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. കാരണം യുദ്ധം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്ന ആളുകൾക്ക് അറിയാം. കാരണം യുദ്ധത്തിലൂടെ എന്താണ്, നമുക്ക് നഷ്ടമാണ് കൂടുതലും സംഭവിക്കുന്നത്. അത് ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അവർ യുദ്ധത്തിനൊന്നും താല്പര്യമില്ല അവർക്ക്. इससे जनता के समझदार होने का पता चलता है. അപ്പോൾ അവർക്ക് വിവേകമുള്ള ആളുകളാണവർ. അതാണ് നമുക്ക് അവരുടെ ആ മനോഭാവമാണ് നമുക്കവിടെ വ്യക്തമാവുന്നത്. ബേ ആസാദീസെ ജീനാ ചാഹത്തെ. ആസാദി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം. അവർ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പർ ബിനാ വജ ലഡായി നഹി കർണ ചാഹത്തെ. പക്ഷേ കാര്യമൊന്നുമില്ലാതെ ഒരു യുദ്ധം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ ഈ പാഠത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്താണ്, ഹേം എന്ന് പറയുന്ന ആളെ കുറ്റക്കാരനായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് രാജാവൊക്കെ. പക്ഷേ എന്താണ്, അതിൽ ഒട്ടും തന്നെ ഒരു കാരണമല്ല ഒന്നും. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് അവർ വലിയ യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ന്യായം ഹേമിൻ്റെ വശത്താണെന്ന് പറഞ്ഞ് അയാളുടെ ഒപ്പം ആളുകൾ നിൽക്കുന്നത്. ജനത ഹിംസാസെ ബച്ന ചാഹത്തി ഹെ. അപ്പോൾ എന്താണ്, ഇങ്ങനെ ക്രൂരതയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, യുദ്ധത്തിൽ നിന്നും അതിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് ആളുകൾ നോർമലി ഈ നാടകത്തിലാണെങ്കിലും ശരി റിയാലിറ്റിയിലാണെങ്കിലും ശരി ആളുകൾ അത് തന്നെ ആഗ്രഹിക്കുന്നത്. ഇസ്ലിയെ വേ രാജാക്കെ സാത്ത് ലഡ്നാ നഹി ചാഹത്തെ. അതുകൊണ്ടൊക്കെയാണ് അവർ രാജാവിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ അവർക്ക് താല്പര്യം ഇല്ലാത്തത്. ഓക്കെ, കാരണം യുദ്ധം കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലെന്ന് അവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യന് ആൻസർ ഒന്നുകൂടി നോക്കാം. ഹം കിസി സെ ഡർത്തെ നഹി ലേക്കിൻ ഹം മഹാരാജ് സെ ലഡ്നാ നഹി ചാഹത്തെ. യഹാ जनता के किस मनोभाव का परिचय मिलता है. इससे जनता के समझदार होने का पता चलता है. വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് കൂടി ആഡ് ചെയ്യാം നമുക്ക്. യുദ്ധ के कारण लोगों को अक्सर नुकसान होते हैं. യുദ്ധം കാരണം എപ്പോഴും ആളുകൾക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. വേ ആസാദി സെ ജീനാ ചാഹത്തെ ഹെ पर बिना वजह लड़ाई नहीं करना चाहते. जनता हिंसा से बचना चाहती है, इसलिए वे राजा के साथ ലഡ്നാ നഹി ചാഹത്തെ. ഇതുകൊണ്ടൊക്കെയാണ് അവർക്ക് രാജാവിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലാത്തത്. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ സൈഡിലൊരു ആക്ടിവിറ്റി ഉണ്ട്. അതല്ലാതെ എക്സ്ട്രാ ആക്ടിവിറ്റി കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓരോ വീഡിയോസിലായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.